നമസ്കാരം, ബിഗ് ന്യൂസിലേക്ക് സ്വാഗതം. കാശ്മീർ ജനതയുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ചെനാബ് റെയിൽ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. രാജ്യത്തെ ആദ്യത്തെ കേബിൾ നിർമ്മിത പാലമാണ് ചെനാബ്. സമുദ്രനിരപ്പിൽ നിന്ന് 856 മീറ്റർ ഉയരത്തിൽ ഇന്ത്യ തീർത്ത എഞ്ചിനീയറിംഗ് വിസ്മയമാണ് ചെനാബ് പാലം. ഈ വിസ്മയത്തിലൂടെയാകും ട്രെയിനുകൾ ഇനി ചീറിപ്പായുക. കാശ്മീരിലെ കത്ര ശ്രീനഗർ വന്ദേ ഭാരതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ജനങ്ങളിൽ നിന്ന് സംഭാവന തേടി PV അൻവർ. നമ്മുടെ നാടിനെ നശിപ്പിക്കുന്ന പിണറായിസത്തിനെതിരെ പോരാടിയതിന്റെ പേരിൽ എല്ലാം നഷ്ടപ്പെട്ടവനാണ് താൻ. ഈ പോരാട്ടത്തിൽ അധികാരവും ഭരണത്തണലും മാത്രമല്ല, ഇത്രകാലം വിയർപ്പൊഴുക്കി സമ്പാദിച്ചതുകൂടി നഷ്ടമായി. നിങ്ങൾ എനിക്ക് സംഭാവന നൽകുന്ന ഓരോ രൂപയും എനിക്കുള്ള ധാർമ്മിക പിന്തുണയായിട്ടാണ് കാണുന്നതെന്നാണ് അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചത്. മുതിർന്ന കോൺഗ്രസ് നേതാവ് തെന്നല ബാലകൃഷ്ണപിള്ള അന്തരിച്ചു. 95 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ദീർഘകാലമായി വിശ്രമത്തിലായിരുന്നു. മുൻ KPCC അധ്യക്ഷനായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന തെന്നലയുടെ ആരോഗ്യനില രാവിലെ വഷളാവുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. സംസ്ഥാന കോൺഗ്രസിന്റെ പ്രമുഖ മുഖമായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള. കൂടാതെ സംയുക്ത രാഷ്ട്രീയത്തിന്റെ പ്രതീകവും. സംസ്കാര ചടങ്ങ് നാളെ നടക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രത്യേക ദർശനത്തിന് ടോക്കൺ ലഭിക്കാൻ ആധാർ കാർഡ് നിർബന്ധമാക്കി. ക്ഷേത്രഗോപുര മാനേജറെ ആധാർ കാർഡ് കാണിച്ചാൽ മാത്രമേ ടോക്കൺ അനുവദിക്കൂ. ദർശനത്തിന് വരുന്നവരിൽ ഒരാളുടെ കാർഡ് നൽകിയാൽ മതിയാകും. ആധാറിന്റെ ഒറിജിനൽ തന്നെ ഹാജരാക്കണം. ദർശനത്തിന് ഗോപുരത്തിൽ പേര് കൊടുത്തയാളുടെ ആധാർ കാർഡ് തന്നെ വേണം കാണിക്കാൻ. ദേവസ്വം ജീവനക്കാരുടെ ശുപാർശയിൽ ദർശനത്തിന് എത്തുന്നവർക്കും ഈ കാർഡ് കാണിച്ചേ മതിയാകൂ. ഇക്കഴിഞ്ഞ ഭരണസമിതി യോഗത്തിലാണ് തീരുമാനം നടപ്പാക്കിയത്. പ്രമുഖ വ്ലോഗറായ വ്യവസായിയിൽ നിന്ന് ഉപഹാരം കൈപ്പറ്റിയ ദൃശ്യം പുറത്തു വന്നതോടെ കണ്ണൂരിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വിവാദത്തിൽ. കണ്ണൂർ ടൗൺ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ശ്രീജിത്തും SP പ്രദീപും ബ്ലോഗറായ വ്യവസായിയിൽ നിന്ന് ഉപഹാരം കൈപ്പറ്റി എന്നാണ് ആരോപണം. വ്യവസായിയുടെ കണ്ണൂർ കാൽടെക്സിലെ സ്ഥാപനത്തിൽ നിന്നാണ് SHO വിലപിടിപ്പുള്ള ഉപഹാരം കൈപ്പറ്റിയതെന്നാണ് ആരോപണം. ഇതിന്റെ ദൃശ്യങ്ങൾ വ്യവസായി തന്നെ റീൽസായി സമൂഹ മാധ്യമങ്ങൾ വഴി പങ്കുവച്ചതോടെയാണ് വിവാദത്തിന് തുടക്കമായത്. മലപ്പുറം കൂരിയാട് ദേശീയപാത 66 തകർച്ചയ്ക്ക് കാരണമായത് വയനാട്ടിലെ ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടലെന്ന് ദേശീയപാത അതോറിറ്റി അധികൃതർ ഹൈക്കോടതിയെ അറിയിച്ചു. ഉരുൾപൊട്ടലിനെ തുടർന്ന് ഭൂമിയിലുണ്ടായ സമ്മർദ്ദം റോഡ് തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ടെന്നാണ് NHAI പറയുന്നത്. നെൽവയൽ നികത്തിയാണ് കൂരിയാട് ദേശീയപാത 66 നിർമ്മിച്ചത്. ഇതിന് സമീപത്ത് കൂടിയാണ് ചാലിയാറിന്റെ പോഷക നദിയായ പാണമ്പുഴ കടന്നുപോകുന്നത്. വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ദേശീയപാതയുടെ വലതു പാർശ്വഭിത്തിയുടെ നിർമ്മാണം ആരംഭിച്ചിരുന്നു. 2024 മാർച്ചിൽ ഇടതു പാർശ്വഭിത്തിയുടെ നിർമ്മാണവും തുടങ്ങിയിരുന്നു. കേരള പോലീസിൽ DVSP തസ്തികയിലേക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്താൻ സർക്കാർ തീരുമാനിച്ചു. SC/ST വിഭാഗത്തിൽ നിന്നും നേരിട്ട് നിയമനം നടത്താനാണ് തീരുമാനം. ഇത് സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കി. PSC മുഖേനയായിരിക്കും നിയമന നടപടികൾ നടക്കുക. അംഗീകൃത സർവകലാശാലയിൽ നിന്നും ബിരുദം നേടിയ നിശ്ചിത ശാരീരിക യോഗ്യതയുള്ളവർക്കാണ് പരിഗണന. 2025 ജനുവരി 1-ന് 36 വയസ്സ് പൂർത്തിയായവർക്ക് അപേക്ഷിക്കാനാവും. ഒഴിവുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ PSC വിജ്ഞാപനത്തിലൂടെ അറിയിക്കുമെന്നും ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. വാഹനാപകടത്തിൽ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് ചാക്കോ മരിച്ചു. സേലത്തിന് സമീപം വെച്ച് ഷൈൻ ടോം ചാക്കോയും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാറിലേക്ക് ഒരു ട്രക്ക് വന്ന് ഇടിക്കുകയായിരുന്നു എന്നാണ് വിവരം. നടൻ ഷൈൻ ടോം ചാക്കോയ്ക്ക് അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. പുലർച്ചെ 6 മണിയോടെയായിരുന്നു അപകടം. ഷൈൻ ടോം ചാക്കോയെ ബംഗളൂരുവിൽ ചികിത്സയ്ക്കായി കൊണ്ടുപോകുമ്പോഴായിരുന്നു അപകടമുണ്ടായത്. ഷൈനിന്റെ അസിസ്റ്റന്റാണ് വാഹനം ഓടിച്ചിരുന്നത്. കാറിൽ ഷൈന്റെ അച്ഛനും അമ്മയും സഹോദരനുമാണ് ഉണ്ടായിരുന്നത്. ഷൈൻ ടോം ചാക്കോ കാറിന്റെ പിന്നിൽ കിടന്നുറങ്ങുകയായിരുന്നു. അപകടത്തിൽ ഷൈൻ ടോം ചാക്കോയുടെ വലതുകൈ ഒടിഞ്ഞിട്ടുണ്ട്. നടനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകും. ഷൈന്റെ അമ്മയ്ക്കും സഹോദരനും സഹായിക്കും കാര്യമായ പരിക്കുകളില്ലെന്നാണ് വിവരം. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റേതെന്ന പേരിൽ വ്യാജ വെബ്സൈറ്റ് നിർമ്മിച്ച് കോടികളുടെ തട്ടിപ്പ്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ വാഗ്ദാനം ചെയ്ത് വിശ്വാസികളിൽ നിന്ന് പിരിച്ചത് 10 കോടിയിലധികമെന്ന് ഉത്തർപ്രദേശ് പോലീസ്. രാമക്ഷേത്രത്തിന്റെ പ്രസാദ വിതരണത്തിന്റെ പേരിൽ മാത്രം 3.85 കോടിയാണ് തട്ടിപ്പ് നടന്നത്. വ്യാജ വെബ്സൈറ്റിലൂടെ ഭക്തരിൽ നിന്ന് പണം പിരിച്ച സംഭവത്തിൽ ഒരാളെ UP പോലീസ് പിടികൂടിയിട്ടുണ്ട്. തട്ടിപ്പിന്റെ സൂത്രധാരനാണ് പിടിയിലായതെന്നാണ് വിവരം. ജമ്മു കശ്മീരിൽ ഭീകരത പടർത്താൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പഹൽഗാമിൽ നിരപരാധികളെ കൊന്നത് കാശ്മീരിലെ വിനോദസഞ്ചാര മേഖലയെ തകർക്കാനായിരുന്നു. ഇന്ത്യയിൽ കലാപമുണ്ടാക്കലായിരുന്നു മറ്റൊരു ലക്ഷ്യവും. ഐഫിൽ ടവറിനേക്കാൾ ഉയരമുള്ള ചെനാബ് പാലം കാശ്മീർ യാഥാർത്ഥ്യമാക്കിയെന്നും മോദി പറഞ്ഞു.
46,000 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ലോകത്തെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി.